ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും കൂടെ ഈ IC38 പ്രിപ്പറേഷനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നോമിനേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. രണ്ടാമത് അസൈൻമെൻറ്റ്. ഇത് രണ്ടും ഒരു പോളിസിയിൽ വരുന്ന ടെക്നിക്കൽ ടേമുകളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് നോമിനേഷൻ, എന്താണ് അസൈൻമെൻറ്റ്? നമ്മൾ പോളിസിയിൽ ഒരു അവകാശി, ഒരു നോമിനി ഈ വയ്ക്കുന്ന പ്രക്രിയയാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്തോ, നമ്മൾ ആർക്കെങ്കിലും ഈ പോളിസി അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവകാശം കൈമാറ്റം, ഓണർഷിപ്പ്, ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പോളിസി വേറൊരാൾക്ക് ഈടെഴുതി കൊടുക്കുകയാണ്. നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്താണ്. നമ്മുടെ സ്വത്ത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് അസൈൻമെൻ്റ് എന്ന് പറയും. അതിൻ്റെ അവകാശം വേറൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ പറയാം. നോമിനിക്ക് ക്യാഷിന് അവകാശമുണ്ടോ, ക്യാഷിന് റൈറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നോമിനി ഹാസ് നോ റൈറ്റ് ഓവർ ദ മണി. അത് എപ്പോഴും ഒരു അറിഞ്ഞിരിക്കുന്ന നമ്മൾ കാര്യമാണ്. നോ റൈറ്റ്സ്, നോമിനി ഹാസ് നോ റൈറ്റ്സ്. ഒരു പോളിസി ഹോൾഡർ മരണപ്പെട്ടു പോയാൽ നോമിനിക്ക് പൈസ വാങ്ങാൻ മാത്രമേ അവകാശമുള്ളൂ. പക്ഷേ അത് ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അവകാശം, വാങ്ങാനുള്ള അവകാശമുള്ളത്, അതിങ്ങനെ ആരുടെയെങ്കിലും പേരിൽ അത് കൈകൊണ്ട് വാങ്ങാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ നോമിനിക്ക്. ആ നോമിനിക്കാണ് അതിൻ്റെ അവകാശമെങ്കിൽ, ലീഗൽ ഹെയർ നോമിനി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഹസ്ബൻഡിൻ്റെ പോളിസി ഡെത്തായി കഴിഞ്ഞാൽ അതിൻ്റെ അവകാശം ഭാര്യയ്ക്കും മക്കൾക്കുമാണ്. അപ്പോൾ ഭാര്യയ്ക്കും എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. സോ ഭാര്യ പൈസ വാങ്ങുന്നു, ഭാര്യനെയാണ് നോമിനി വെച്ചെങ്കിൽ ഭാര്യ പൈസ വാങ്ങാൻ മാത്രമേ ഉള്ളൂ. മക്കൾക്ക് എല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് നോമിനേഷൻ അല്ലെങ്കിൽ നോമിനി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നോമിനി ഹാസ് നമ്മൾ വിചാരിക്കും ഒരു IRDയുടെ ഒരു ചോദ്യമാണ് നോമിനിക്ക് അവകാശമുണ്ടോ. നമ്മൾ വിചാരിക്കും നോമിനിക്കല്ലേ പൈസ കൊടുക്കുന്നത്, അപ്പോൾ നോമിനിക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് കുത്തും. പക്ഷേ അത് തെറ്റിപ്പോവും, ഒരു മാർക്ക് പോവും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് കുത്തുന്ന നോമിനി ഹാസ് നോ റൈറ്റ് ഓവർ മണി. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണും. ഇനി അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ചുമ്മാ എല്ലാവർക്കും ഓണർഷിപ്പ് എടുത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ അതിൻ്റെ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോളിസി ബോണ്ട് കൊണ്ടുപോയി നമ്മൾ ലോൺ എടുക്കാൻ വയ്ക്കുന്നു വെച്ചോ. ലോൺ നമുക്ക് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ നിന്നൊരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോളിസി കൊണ്ടുപോയി KSFE, LIC തന്നെ ലോൺ എടുക്കും. LICയിലൊക്കെ കൊണ്ടുവന്ന് പോളിസി ബോണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ പത്രം കൊണ്ടുവയ്ക്കുന്നവരെ പത്രം കൊണ്ടുവച്ചിട്ട് നമ്മൾ ലോൺ എടുത്തു. അപ്പം പോളിസിയുടെ അവകാശം ആർക്ക് എഴുതി കൊടുക്കും? അപ്പം LICക്ക് കൊടുക്കും. അതായത് പോളിസിയുടെ കാലാവധി, അതായത് ലോൺ അടച്ച് തീരുന്നവരെ പോളിസിയുടെ അവകാശം ആർക്കാണ്? LICക്കാണ്. അതിനെയാണ് അസൈൻമെൻറ്റ്. പൈസ ഇടപാടുകളുള്ള ആൾക്കാർക്ക്, ലീഗലി പൈസ ഇടപാടുള്ള, അല്ല ചുമ്മാ കടം കൊടുത്തിട്ട് കാര്യമില്ല, ലീഗലി കൊടുത്തിട്ട് രേഖകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനെയാണ് ഈ പോളിസി അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടിന് രണ്ട് സെക്ഷൻസ് ഉണ്ട്. അസൈൻമെൻറ്റ് ഇത് കോൺട്രാക്റ്റ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ആക്ടിലാണ് ഈ നോമിനേഷനും അസൈൻമെൻറ്റും വരുന്നത്. അതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇൻഷുറൻസ് ആക്ട് 1938 അതിനകത്തായിരുന്നു കിടന്നത് കേട്ടോ. ഇൻഷുറൻസ് ആക്ടിലാണ് നോമിനേഷൻ കിടക്കുന്നത്. അണ്ടർ ഏത് സെക്ഷനാണെന്നുള്ള സെക്ഷൻ 39. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ഇൻഷുറൻസ് ആക്ട്? സെക്ഷൻ 39 ഇതുള്ളത്. സെക്ഷൻ 39. ഇനി നെക്സ്റ്റ് നോക്കാം. ഇത് നോമിനേഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല. ഇത് നോമിനേഷനാണോ? ഐഡൻറ്റിഫൈ ദ ഡോക്യുമെൻറ്റ് ദാറ്റ് എവിഡൻസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് ഇൻഷുർഡ്. ഈ ചോദ്യം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. അതായത് ഏത് ഡോക്യുമെൻ്റാണ് ഈ എവിഡൻ്റ്, അതായത് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ എവിഡൻ്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ അതായത് നമ്മുടെ പോളിസി നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഒരു പോളിസി ഡോക്യുമെൻ്റ് നമുക്ക് തരും. അതാണ് കേട്ടോ ഈ പോളിസിയുടെ പ്രൂഫ്. അതൊക്കെ ജനറലി നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി അത് തന്നെ സെയിം ചോദ്യം ഒന്നുകൂടെ ചോദിച്ചേക്കുന്നത്. ഫോർ എ ലൈഫ് അഷുറൻസ് പോളിസി നോമിനേഷൻ ഈസ് അലൗഡ് അണ്ടർ, വീണ്ടും ചോദിച്ചേക്കുന്നത് സെക്ഷൻ 39 നോമിനേഷൻ. ഓൾ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ വിത്തൗട്ട് നോമിനേഷൻ. ഓക്കെ. ഇത് നോക്കാം നമുക്ക്. 20ാമത്തെ ചോദ്യം. ഓൾ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ വിത്ത് റിഗാർഡ്സ് ടു എക്സെപ്റ്റ്. ആരാണ് തെറ്റെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Policy nomination is not cancelled if the policy is assigned to the insurer in return of a policy. അതായത്
പോളിസി നമ്മൾ നേരത്തെ പറഞ്ഞു നോമിനേഷൻ കൊടുക്കുമ്പോൾ പോളിസി അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ പോളിസി നോമിനേഷൻ ക്യാൻസൽ ആകുമെന്ന്, അല്ല ക്യാൻസൽ ആകുമോ ഇല്ലയോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ പോളിസി നമ്മൾ ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നോമിനേഷൻ ക്യാൻസൽ ആകുന്നില്ല. ഇപ്പോൾ എൻ്റെ പേരിലുള്ളൊരു പോളിസി ഞാൻ ബാങ്കിൽ കൊണ്ടുവച്ച് ലോൺ എടുക്കുവാണ്, എൻ്റെ നോമിനി വൈഫാണെന്ന് വിചാരിക്കുക. പോളിസിയുടെ നോമിനി ഒരിക്കലും ക്യാൻസൽ ആകില്ല. അവകാശം നോമിനിയുടെ പൈസ വാങ്ങാനുള്ള അവകാശം, പോളിസി ഹോൾഡറിൻ്റെ പേരിൽ പൈസ വാങ്ങാനുള്ള അവകാശം അപ്പോഴത്തേക്കൊന്ന് ടെമ്പററി ആയിട്ടൊന്ന് ഇല്ലാതിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അത് ക്യാൻസൽ ആകുന്നില്ല ഈ പോളിസി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ. പോളിസിയുടെ ഈ അസൈൻമെൻറ്റ് കാലാവധി കഴിയുമ്പം പോളിസിയുടെ നോമിനേഷൻ വീണ്ടും നിലവിൽ വരും. ഇനി വീണ്ടും രണ്ടാമത്തെ ചോദ്യം, നോമിനേഷൻ ക്യാൻ ബി ഡൺ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഓഫ് ദ പോളിസി ഓർ സബ്സ്റ്റിക്വൻ്റ്ലി. ശരിയാണ്, പോളിസിയുടെ നോമിനിനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. നോമിനേഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ മേക്കിംഗ് ആൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ദ പോളിസി. അതും ശരിയാണ്, നോമിനേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതി മാറ്റി കൊടുത്താൽ മാത്രം മതി. പിന്നെ ആ കിടക്കുന്നത് ആ നോമിനി ഹാസ് ഫുൾ റൈറ്റ്സ് ഓൺ ദ ഹോൾ ഓഫ് ദ ക്ലെയിം. ചുമ്മാ വെറുതെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ ഏതാണ് തെറ്റ്, എക്സെപ്റ്റ് ഏതാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഇതാണ് തെറ്റ്. അപ്പോൾ കണ്ടോ, സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കുക. ഈ ചോദ്യം ഉറപ്പാണ്, ഒരെണ്ണം നമ്മുടെ അടുത്ത് എന്തായാലും ചോദിച്ചിരിക്കും. ഡിസ്ക്രൈബ് ദ പർപ്പസ് ഓഫ് നോമിനേഷൻ. എന്താണ്ട് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചേക്കാണ്. ടു ട്രാൻസ്ഫർ ദ റൈറ്റ്സ് ഓഫ് പോളിസി. ശരിയാണോ? അല്ല, നമ്മുടെ റൈറ്റ്സ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല, അത് അസൈൻമെൻ്റ് ആണ്. ടു അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു റിസീവ് ദ പോളിസി മണീസ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ലൈഫ് അഷ്യൂർഡ്. ശരിയാണ്, ലൈഫ് അഷ്യൂർഡ് മരിച്ചു കഴിഞ്ഞാൽ പോളിസി പൈസ വാങ്ങാതെ. ശരിയാണ്. അപ്പോൾ ഏതാണ് പർപ്പസ്? അതാണ്. ഇനി സറണ്ടർ ദ പോളിസി ഒരിക്കലും അല്ല. ടു ക്രിയേറ്റ് ആൻ എസ്റ്റേറ്റ് ഒരിക്കലും അല്ല. അപ്പോൾ രണ്ടാമത്തെ ഉത്തരവാണ് ശരി. ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നോമിനേഷന് വരുന്നത്. ഇനി നമ്മുടെ സെക്ഷൻ 39 ആണോ എന്ന് ചോദിക്കുന്നു. വീണ്ടും ഫ്രീ ലുക്ക് പീരീഡിനകത്ത് ഒരു ചോദ്യം കയറി വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നോമിനേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം. ഇനി നമുക്ക് അസൈൻമെൻറ്റിന് നോക്കാം. ഡിസ്ക്രൈബ് ദ പർപ്പസ് ഓഫ് അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റിൻ്റെ പർപ്പസാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ ദ റൈറ്റ് ഓഫ് ദ പോളിസി. സിമ്പിൾ, ട്രാൻസ്ഫർ ചെയ്യാനാണ്. സെയിം ചോദ്യം. അപ്പം നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇൻഷുറൻസ് കമ്പനി മേക്സ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ടു ദ ഇൻഷുർഡ് സ്പെസിഫിക്. അത് സംഭവം അസൈൻമെൻറ്റ് ചോദ്യമല്ല. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അതും അസൈൻമെൻറ്റ് ചോദ്യമല്ല. അസൈൻമെൻറ്റ് ഓർ ട്രാൻസ്ഫർ അപ്പോൺ ദ റീസൺ റൈറ്റിംഗ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പോളിസി ഹോൾഡർ സബ്ജക്ട് ടു സച്ച് ഡിസിഷൻ ഷാൽ ബി ചലഞ്ച്ഡ് ബൈ ദ വേ ഓഫ് പെറ്റീഷൻ ബിഫോർ. അതായത് സംഭവം ദ അസൈൻമെൻറ്റ് ഓർ ട്രാൻസ്ഫർ അപ്പോൺ ദ റീസൺസ് ഇൻ, അതെന്തോ സംഭവം നമുക്ക് മനസ്സിലായി. റൈറ്റിംഗ് ടു ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ പോളിസി ഹോൾഡർ സബ്ജക്ട് ടു സച്ച് ഡിസിഷൻ. ഓക്കെ, വിട്ടുതരാം. അങ്ങനത്തെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ആൻസർ ചെയ്തില്ലെങ്കിലും നമ്മൾ ജയിക്കാം. ഓക്കെ, അപ്പോൾ അസൈൻമെൻറ്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അസൈൻമെൻറ്റിനകത്ത് വേറൊന്നും ഇല്ല. അത് പോളിസി അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അതായത് അതൊരു ഫിനാൻഷ്യൽ കമ്പനിക്ക് ആയിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ 2 തരം അസൈൻമെൻറ്റും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നത് നല്ലതായിരിക്കും. എന്താണ് 2 തരം അസൈൻമെൻറ്റ് എന്നുള്ളത്? ഒന്ന് അബ്സല്യൂട്ട് അസൈൻമെൻറ്റ്. നമുക്ക് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യത്തിനുണ്ട്. അതായത് പോളിസിയുടെ അബ്സല്യൂട്ട് മൊത്തത്തിലുള്ള ഒരു കണ്ടീഷനും ഇല്ലാതെ അങ്ങോട്ടൊരു റൈറ്റ് മൊത്തത്തിൽ അബ്സല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടീഷണൽ അസൈൻമെൻ്റ് ഉണ്ട്. കണ്ടീഷണൽ അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ടീഷൻസ് സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ആ അസൈൻമെൻറ്റിനെയാണ് കണ്ടീഷണൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 2 കാര്യങ്ങളാണ് ഈ അസൈൻമെൻറ്റ് നോമിനേഷനകത്ത് പ്രത്യേകിച്ച് ഉള്ളത്. ഇനി ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഈ സൂയിസൈഡ് ക്ലോസ്. നമ്മൾ സൂയിസൈഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ആസ് പെർ ദ സൂയിസൈഡ് ക്ലോസ് ഇഫ് ദ ലൈഫ് അഷ്യൂർ ഡൈസ് ആസ് എ റിസൾട്ട് ഓഫ് സൂയിസൈഡ് ആഫ്റ്റർ 3 years ഓഫ് ദ ഇഷ്യൂസ് ഓഫ് ദ പോളിസി വാട്ട് ഡസ് ദ ബെനിഫിഷ്യറി റിസർവ്സ് ആസ് എ ക്ലെയിം. അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്താൽ പോലും നമ്മുടെ ഫുൾ എമൗണ്ട് പോളിസിയുടെ കൊടുക്കണമെന്നാണ്, ഫുൾ ഫേസ് എമൗണ്ട് ഓഫ് ദ പോളിസി കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ക്ലെയിം സെറ്റിൽ ചെയ്യണമെന്നാണ് പറയുന്നത് സൂയിസൈഡ് ക്ലോസ്. ഇത് ആഫ്റ്റർ 3 years ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിസ്പ്യൂട്ടബിലിറ്റി ക്ലോസ് ആണ്. അതായത് ഒരു ക്ലെയിമിന് ഒന്നിനും അതായത് ഡിസ്പ്യൂട്ട് ചെയ്യാനേ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ഒരു സാധനമാണ് വാട്ട് ഈസ് ഫസ്റ്റ് പ്രീമിയം റെസിപ്റ്റ്. ഈ ഫസ്റ്റ് പ്രീമിയം റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോളിസി ഹോൾഡർ ഒരു പ്രപ്പോസൽ, നമ്മൾ പറഞ്ഞു പ്രോസസ്സ് എന്താണ്, ഫസ്റ്റിലെ ഒരു പ്രപ്പോസ് ചെയ്യുന്നു. അതായത് LICയോട് ചോദിക്കുവാണ്, പ്രപ്പോസ് ചെയ്യുവാണ് എനിക്കൊരു പോളിസി തരുമെന്ന്. LIC പോളിസി കൊടുക്കാമെന്ന് പറഞ്ഞു, ഫസ്റ്റ് പ്രീമിയം റെസിപ്റ്റ് അടച്ചു പോളിസി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ആ സെക്കൻഡ് തൊട്ട് അയാൾ ഇൻഷുർഡ് ആണ്. അതായത് ഇറ്റ് ഈസ് ദ എവിഡൻസ് ദാറ്റ് ദ പോളിസി കോൺട്രാക്ട് ഹാസ് ബിഗൺ. അതാണ് ഫസ്റ്റ് പ്രീമിയം റെസിപ്റ്റ്, FPR എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഈ ചോദ്യം കൂടെ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഇൻഷുർഡ് പേഴ്സൺ ലോസസ് ദ ഒറിജിനൽ ലൈഫ് അഷുറൻസ് പോളിസി ഡോക്യുമെൻറ്റ്. ഈ പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസി ബോണ്ട് അല്ലേ? നമ്മൾ നേരത്തെ വായിച്ചിരുന്നു
പോളിസി ബോണ്ടാണ് പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നുമില്ല, സെയിം ഇൻഷുറൻസ് കമ്പനി ആ പോളിസി ഡോക്യുമെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം, ഒരു ചേഞ്ചസും ഇല്ലാതെ, കോൺട്രാക്റ്റിൽ ഒരു ചേഞ്ചസും ഇല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. IRDയുടെ ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ ഇപ്പോൾ പുതിയതായിട്ട് വന്ന നിയമമാണ് ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ. അതായത് പോളിസി പൈസ അടച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു 15 ദിവസത്തിനുള്ളിൽ പോളിസി ഹോൾഡറിന് അടച്ച പൈസ മൊത്തത്തിൽ പിൻവലിച്ച് പോളിസി ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷേ 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം വെയിറ്റ് ചെയ്യണം. 2 കൊല്ലം, 3 കൊല്ലം എന്ന് എഴുതിയിട്ടേക്കുന്നത് തെറ്റാണ്. കാരണം ഇത് പഴയ ക്വസ്റ്റ്യൻ ബാങ്ക് ആയതുകൊണ്ടാണ്. 3 കൊല്ലം അല്ല, 2 കൊല്ലം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ കൊടുക്കണം. അതൊരു പുതിയ IRDയുടെ റൂളാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൈനറിൻ്റെ കേസിൽ. അതായത് ഇതുണ്ട്, ഒരു 18ാമത്തെ ചോദ്യം നോക്കുക. ഐഡൻറ്റിഫൈ ദ സർക്കംസ്റ്റൻസ് അണ്ടർ ദ പോളിസി ഹോൾഡർ വുൾ നീഡ് ടു അപ്പോയിൻറ്റ് അപ്പോയിൻറ്റി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത് മൈനറിന് ഒരു കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് അഷുറൻസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് അഷുറൻസ് എന്നാണ്. അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് അഷുറൻസ് ആണെങ്കിൽ കോൺട്രാക്റ്റിന് ഗവേൺ ചെയ്യുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, കോൺട്രാക്ട് 1872 എന്തോ ഒരു സംഭവമാണ്. അതിൻ്റെ 8 ഒന്നും നമുക്ക് ഓർമ്മയില്ല, വിട്ടുതരാം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത് മൈനറിന് ഒരു കോൺട്രാക്റ്റിലും സൈൻ ചെയ്യും. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എങ്ങനെ പോളിസി കൊടുക്കും? അന്നേരമാണ് LIC ഇൻഷുറൻസിൽ പറയുന്നത് മൈനറിന് പോളിസി കൊടുക്കാം, പക്ഷേ മൈനറിന് ഒപ്പിടാൻ അധികാരമില്ല. മൈനറിന് ഒരു ഇപ്പോൾ അച്ഛനാണ് പ്രപ്പോസർ. നമ്മൾ LIC ചെയ്യുന്ന ചിൽഡ്രൻ പ്ലാനെ കൊടുക്കുമ്പോൾ പ്രപ്പോസർ അച്ഛനാണ്, ഫാദർ അല്ലെങ്കിൽ മദർ. ലൈഫ് അഷ്യൂർഡ് എന്ന് പറയുന്ന ആള് കുട്ടി, ചൈൽഡ്. നോമിനി എന്ന് പറയുന്നത് മദറായിരിക്കും. അപ്പോൾ ഈ കേസിൽ നമുക്ക് പ്രപ്പോസർ ആയിരിക്കും എല്ലായിടത്തും സൈൻ ചെയ്യുന്നത്. ഇനി വേറൊരു കേസ്, ഒരു ഫാദർ, ഒരു ഫാമിലിയിൽ ഫാദർ മാത്രമേ ഉള്ളൂ. ഫാദറുണ്ട്, പിന്നെ ഒരു സണ്ണുണ്ട് എന്ന് വിചാരിക്കുക. മദറില്ല, ഡോട്ടറില്ല, ഒന്നുമില്ല. ഫാദർ ഒരു പോളിസി എടുത്ത്, അല്ലേ? പോളിസി എടുത്തിട്ട് ഫാദറിൻ്റെ പോളിസിയിൽ നോമിനീനെ വെച്ചു. മദറുണ്ടെന്ന് വെച്ചോ, ഫാദറും മദറും ഉണ്ട്, വേണ്ട നമുക്ക് മദറിനെയും കൂടെ വയ്ക്കാം, എന്നാലേ ഇത് പറയാൻ മനസ്സിലാകത്തുള്ളൂ. മദറുണ്ടേ. അപ്പോൾ ഫാദറുണ്ട്, നമ്മളൊരു പോളിസി എടുത്തു, ഫാദറിൻ്റെ പേരിലൊരു പോളിസി എടുത്തിട്ട് നോമിനി ആരെയാണ് വെച്ചത്? കുട്ടീനെ വെച്ച്. കാരണം കുട്ടിക്ക് ഇരിക്കട്ടെ ഈ പോളിസിയുടെ പൈസ എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കിട്ടാനായിട്ട് നോമിനി കുട്ടിയെ വെച്ചു. പക്ഷെ കുട്ടീനെ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ. കുട്ടിക്ക് ഇപ്പോൾ ഫാദറിനൊരു 30 വയസ്സുണ്ട്, കുട്ടിക്ക് 1 വയസ്സുണ്ട്. ഫാദർ എങ്ങാനും മരിച്ചുപോയി, കൊച്ചിന് പൈസ മേടിക്കാനുള്ള ഓർമ്മ പോലും കാണത്തില്ലല്ലോ. അപ്പോൾ ഇത് ആര് പൈസ മേടിക്കും? അന്നേരമാണ് ഒരു അപ്പോയിൻറ്റിനെ വെക്കേണ്ടത്. അപ്പോയിൻറ്റിനെ വെക്കണം. അതാണ് സംഭവം. അപ്പോൾ മൈനറിന് എന്തായാലും പോളിസി കൊടുക്കുമ്പോൾ മൈനറിൻ്റെ കേസിൽ പ്രപ്പോസർ ആരാണ്? ഫാദറാണ്. നോമിനി മദറോ അല്ലെങ്കിൽ ലീഗലായിട്ട് ഇച്ചിരി ഏജിലുള്ള ആൾക്കാരെ നോമിനി വെക്കാൻ പറ്റൂ. പിന്നെ ഫാദറിൻ്റെ പേര് പോളിസി എടുക്കുമ്പം മകനെ നോമിനി വെച്ച് കഴിഞ്ഞാൽ അപ്പോയിൻറ്റി മദറിനെ വെക്കണം. സാധാരണ കേസിൽ നമ്മൾ അപ്പോയിൻറ്റി എല്ലാ മദറിനെയാണ് വെക്കുന്നത് കേട്ടോ. നമ്മൾ ഈ മദറിനെ കൊണ്ടുവന്ന് അപ്പോയിൻറ്റി ആക്കി വെക്കും, അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ സർക്കംസ്റ്റൻസ് അണ്ടർ വിച്ച് ദ പോളിസി ഹോൾഡർ വുഡ് നീഡ് ആൻ അപ്പോയിൻറ്റി എന്ന് പറയുന്നത് എന്തുവാണ്? നോമിനി ഈസ് എ മൈനർ. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു മൈനറിന് നോമിനിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിൻറ്റി വേണം. ഇൻഷുർഡ് ഈസ് എ മൈനർ ആണെങ്കിൽ നോമിനി, ഞാൻ പറഞ്ഞു ലീഗൽ നോമിനി വയ്ക്കുമ്പോൾ വയസ്സ് 18 കഴിഞ്ഞ ഒരാളെ വെക്കാൻ പറ്റും. അപ്പം തെറ്റിപ്പോകുന്നത് ഇൻഷുറഡ് ഈസ് എ മൈനർ എന്നൊക്കെ ആൾക്കാർ കുത്താറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ. പിന്നെ എന്താണ് ഗ്രേസ് പീരീഡ്? അതും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് എന്താണ് ഗ്രേസ് പീരീഡ് എന്നുള്ളത്. അതായത് നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ പോളിസി എടുക്കുന്ന ഫസ്റ്റ് പ്രോസസ്സ് എന്തോ പ്രപ്പോസൽ ഫോം കൊടുക്കുന്നു. പ്രപ്പോസൽ ഫോം കൊടുത്തതിന് ശേഷം പ്രപ്പോസൽ ഫോം ആര് അക്സെപ്റ്റ് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പ്രപ്പോസൽ ഫോം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 വ്യക്തികൾ വരും. എന്തുവാണ്? ഇൻഷുർഡ്, INSURED, ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ ആവും. SURER, ഇൻഷുറർ. ആരാണ് ഇൻഷുർഡ്? പ്രപ്പോസൽ കൊടുത്ത വ്യക്തിയാണ് ഇൻഷുർഡ്. കാരണം അയാളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു, അയാളെ പോളിസി ഹോൾഡറായി, അപ്പോൾ അയാൾ ഇൻഷുർഡായി. ഇൻഷുറർ എന്ന് പറയുന്ന കമ്പനി LIC, നമ്മുടെ LIC ഇൻഷുററായി. ഇനി ഇവിടെ ചോദിക്കുന്ന ഗ്രേസ് പീരീഡ് എന്തുവാണെന്നുള്ളത്. ഗ്രേസ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗ്രാൻഡ്, അതായത് ഇൻഷുറർ ഗ്രാൻഡ്സ് ദ പോളിസി ഹോൾഡർ ആൻ അഡീഷണൽ ടൈം ടു പേ ഹിസ് ഓർ ഹെർ പ്രീമിയം.
അതായത് പോളിസിയുടെ ആദ്യത്തെ പ്രീമിയമൊക്കെ അടച്ച് പോയി രണ്ടാമത്തെ മാസം അടയ്ക്കാൻ പൈസ ഇല്ല, ഒരു ഇച്ചിരി ഷോർട്ട് വന്നു, അപ്പോൾ ഒരു കുറച്ച് ദിവസം ഒന്ന് ഗ്രേസ് പീരീഡ് കൊടുക്കണം. ആ ഗ്രേസ് പീരീഡിനെയാണ് പറയുന്നത്. അതിന് ഫൈനൊന്നും ഇല്ലാതെ അഡീഷണൽ ടൈം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത് എപ്പോഴാണ് പോളിസി ലാപ്സ് ആകുന്നത്? കണ്ടോ, എപ്പോഴാണ് പോളിസി ലാപ്സ് ആകുന്നത്? ഈ ഗ്രേസ് പീരീഡിനകത്ത് വെച്ചിട്ട് പോളിസി അടച്ചില്ലെങ്കിൽ അത് ലാപ്സായി, അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളല്ലേ. ഈ 1 വർഷത്തിന് മേളിൽ ലാപ്സായ പോളിസീനെ നമ്മൾ റിവൈവ് ചെയ്തെടുക്കുന്നതിനെയാണ് റിവൈവൽ എന്ന് പറയുന്നത്. അതായത് പോളിസി ഹാസ് ബീൻ ലാപ്സ്ഡ് മോർ ദാൻ എ ഇയർ, അതിനെയാണ് റിവൈവൽ എന്ന് പറയുന്നത്. അതിനെ വീണ്ടും വന്ന് പൈസ കുടിശ്ശിക എല്ലാം ചേർത്ത് അടയ്ക്കുന്നതിനെയാണ് റിവൈവൽ എന്ന് പറയുന്നത്. പോളിസിയിൽ നിന്ന് ലോൺ എടുക്കാം. 2 വർഷം കഴിഞ്ഞ് ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. GSV ഉണ്ട് 2 വർഷത്തിന് ശേഷം. ആ 2 വർഷത്തിനടുത്ത് GSVയുടെ ഒരു 80% നമുക്ക് വേണമെങ്കിൽ ലോണായിട്ട് എടുക്കാം. ഇപ്പോൾ 50,000 രൂപ GSV ഉണ്ടെങ്കിൽ അതിൻ്റെ 80% പറയുമ്പോഴത്തേക്ക് 40,000 രൂപ നമുക്ക് ലോണായിട്ട് എടുക്കാം LICന്ന്. അന്നേരം ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത് കൺസ്ട്രക്ട് എ വാലിഡ് ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് പോളിസി ലോൺസ്. എ ലോൺ ഓഫ് എനി എമൗണ്ട് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഈസിലി ദറ്റ് ഇൻഷുർഡ് ക്യാൻ ഡിസൈഡ് ദ ടേം ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ലോൺ. ഇൻഷുർഡിന് അങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, അതായത് അടയ്ക്കേണ്ട കണ്ടീഷൻസ് അതൊന്നും പറ്റത്തില്ല. പിന്നെ നോ ലീഗൽ ഒബ്ലിഗേഷൻ ടു റീപ്ലേ ദ ലോൺ, അത് നമുക്ക് നോക്കാം. നോ കൊളാട്രൽ ഈസ് റിക്വയർഡ്, ശരിയാണ്. നോ കൊളാട്രൽ ഈസ് റിക്വയർഡ് എന്ന് പറയാൻ പറ്റത്തില്ല. കൊളാട്രലായിട്ട് പോളിസി ബോണ്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദർ ഈസ് നോ ലീഗൽ വാലിഡ് ആർഗ്യുമെൻ്റ് ആണ്, അതായത് ദർ ഈസ് നോ ലീഗൽ ഒബ്ലിഗേഷൻ ടു റീപേ ദ ലോൺ. നമ്മൾ ലോൺ തിരിച്ചടച്ചില്ലെങ്കിലും നമുക്ക് പോളിസിയുടെ ബോണ്ട് തിരിച്ചു തരത്തില്ലെന്നേ ഉള്ളൂ. അവർ പോളിസി ബോണ്ട് എടുത്ത് വയ്ക്കും, ആ പൈസ നമുക്ക് അവകാശമുള്ള, നമ്മൾ തിരിച്ചടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ പോളിസി ബാക്കി കിട്ടാനുള്ള പൈസയൊന്നും കിട്ടത്തില്ല, അത് അത്രയേ ഉള്ളൂ. ഇത് ലീഗലി പറയുന്നൊരു കാര്യമാണെന്നേ ഉള്ളൂ അതിൻ്റെ. ഓക്കെ, അടച്ചില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ന് വേറൊന്നും ആരും വന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല, അതാണ് സംഭവം. പിന്നെ IRDA പറയുന്ന സ്റ്റാൻഡേർഡ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് 1 month or 31 days ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഗ്രേസ് പീരീഡ് 1 month or 31 days എന്നാണ്. പിന്നെ നമ്മൾ LICയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ, എല്ലാ കമ്പനീസിലും ഗ്രേസ് പീരീഡ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും ജനറിക്കായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രധാനമായിട്ട് നമുക്കൊരു IC38 ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് നമ്മൾ IC38 100% സക്സസ്ഫുള്ളായിട്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ.